ഈ പെണ്ണുമ്പിള്ള ഇനി അടുത്ത എന്തൊപ്പിക്കാൻ പോവാന്നുള്ളതല്ലേ? കല്ല് പൊക്കിക്കൊണ്ട് പോകാം ഇനി. കാണിച്ചു തരാം. ഈ കല്ലും പൊക്കിക്കൊണ്ട് എന്തിനാണ് പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുമല്ലേ? എൻ്റെ ഫിഷ് ടാങ്ക് ഞാനൊരു ഫ്രിഡ്ജ് ബോക്സിനകത്തിലല്ലേ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ആ മറ്റേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ട് അങ്ങനെ വെച്ച ഇത് ടൈൽസാണ് ഇവിടെ. അപ്പം ഇതിൽ ആ പഴയ ഫ്രിഡ്ജ് ബോക്സ് ആയതുകൊണ്ട് അത് മൊത്തം റസ്റ്റ് ആകുന്നതുകൊണ്ട് അതിൻ്റെ അടിയിൽ ഒരു കല്ലൊക്കെ വെക്കണം. പക്ഷേ അന്ന് എനിക്ക് കല്ലൊന്നും വെക്കാനൊന്നും ഉള്ള സമയവും കല്ലൊന്നും പിന്നെ അതിനെ നോക്കാനോ ഒന്നിനും പോയില്ല. അങ്ങനെ കൊണ്ട് താഴെ വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഫ്രിഡ്ജ് ബോക്സ് പുതിയത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല. എന്നാൽ പിന്നെ ഇത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അപ്പോൾ കല്ലൊക്കെ പറക്കിക്കൊണ്ട് വന്ന് ഇന്ന് അതാണ് പരിപാടി. ആദ്യം സിഫൺ പമ്പ് വർക്ക് ചെയ്തില്ല, ഓൾഡ് സ്കൂൾ പരിപാടിയെ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ കോരി കളയേ ഉള്ളല്ലോ. സിഫൺ പമ്പ് ഇനിയും വേറെ വാങ്ങിക്കണം. ഇപ്പോൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാനിതൊക്കെ വലിച്ച് നീക്കി മാറ്റി അത് മൊത്തം ക്ലീൻ ചെയ്യണം ആദ്യം. ഞാനിതൊരു ആസിഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതൊക്കെ സൂക്ഷിച്ച് വേണം ആൾക്കാരൊക്കെ കൈകാര്യം ചെയ്യാൻ. പൊള്ളും. ഞാനത് നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് എനിക്കറിയാം. അതുകൊണ്ടാലും നമ്മൾ പ്രൊട്ടക്ഷനും വാഴയ്ക്കായി ഒന്നും നോക്കാനൊന്നും പോയൊന്നുമില്ല. കാരണം പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി ഇതൊക്കെ ഉരച്ച് തേച്ച് കഴുകി കല്ലൊക്കെ എടുത്ത് വെച്ച് നോക്കാം ഏത് ഇതിലൊക്കെ വെക്കണമെന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കണമല്ലോ. ഇനി ഇത് പൊക്കിയെടുത്ത് വെക്കാൻ നോക്കിയപ്പോഴാണ് കുറേ കൂടെ വെള്ളമൊക്കെ കളഞ്ഞ് നോക്കി. എന്നിട്ട് ഇച്ചിരി ഒരു വെയിറ്റ് ഉണ്ട്, ഒന്നുമില്ല, ഫിഷ് ഉണ്ടല്ലോ അതിനകത്ത്. പിന്നെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കിയെടുത്ത് വെച്ച് നമ്മളൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തെ ആ ഒരു രസമുണ്ടല്ലോ, അതൊക്കെ ഒരു രസമല്ലേ അല്ലേ? അപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇനിയും ആ ടൈലുണ്ട്. ഞാൻ ആ സംഭവം ഇതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പണ്ടാരടങ്ങാൻ ഒരു നെറ്റും കൂടെ വെക്കണമായിരുന്നു. കാരണം നേരത്തെ വെച്ചിരുന്ന നെറ്റ് പുറത്ത് പൂച്ചകളുണ്ട്. പൂച്ചകൾ ഞങ്ങൾ മറ്റേ ബാൽക്കണി വെച്ചപ്പോൾ എൻ്റെ പൂച്ചകളായിരുന്നു ശല്യം. ഇതിപ്പം പുറത്തുള്ള പൂച്ചകളാണ് ശല്യം സഹിക്കാൻ മേലാണ്ട് പിന്നെ ഈ മെഷ് തന്നെ കണ്ടിച്ച് ഇതിൻ്റെ മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം എൻ്റെ മീനുകൾ സേഫായിരിക്കും, പൂച്ചകൾ അതിനകത്ത് വീഴുകയും ചെയ്യത്തില്ല, നമ്മളറിയത്തില്ലല്ലോ. അപ്പം അവസാനമായിട്ടൊന്നും കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ട്രോപ്പിക്കൽ ഫിഷ് സെറ്റപ്പ് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പോൾ എൻ്റെ ഫിഷും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.